ഹലോ, വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ഒരു സൺഡേ ആട്ടോ. സൺഡേ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്രഞ്ച് ഡേ ആ. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 9 മണിയോട് അടുപ്പിക്കും. പിന്നെയാണല്ലോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും, അത് ബ്രഞ്ചായിട്ട് കഴിക്കും. നമ്മുടെ ബ്രഞ്ചപ്പോൾ ഇന്ന് ചപ്പാത്തിയും ദാലുമാണ്. അപ്പം നമ്മുടെ തുവരപ്പരിപ്പ്, തക്കാളിയും പച്ചമുളകും കുറച്ച് പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്നും കൂടെ തിളപ്പിച്ച് വറുത്തിട്ടെടുത്തു. സിമ്പിളായിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഹെൽത്തി അല്ലേ? പ്രത്യേകിച്ച് മസാലയൊന്നും രാവിലെ അങ്ങോട്ട് ചെല്ലത്തുമില്ല, വയറ് നിറയുകയും ചെയ്യും. അപ്പം ചപ്പാത്തിയും നമ്മുടെ നാട്ടിലെ നാടൻ ചപ്പാത്തിയാണ് ചുട്ടെടുക്കുന്നത്. ഇവിടെ ശരിക്കും നമ്മുടെ ഇങ്ങനെ ചുട്ടെടുക്കുന്ന ചപ്പാത്തി മിനി പറാട്ടാസാട്ടോ. അവർ പറാട്ട ഇങ്ങനെയാണല്ലോ ചുടുന്നത്. നമ്മുടെ ബ്രഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 12 മണി കഴിഞ്ഞു. പിന്നെ ലഞ്ച് ഉണ്ടാക്കാനൊന്നും നിൽക്കുന്നില്ല, ചെറിയൊരു സ്നാക്ക് എങ്ങാനും ഉണ്ടാക്കി കഴിക്കുന്നേ ഉള്ളൂ. വിശക്കരുത്, ഷുഗർ ഡൗൺ ആവരുത്, ഇതാണ് മെയിൻ. എന്നെ ഹെൽത്തി ആയിരിക്കണം. അപ്പം നമ്മുടെ പനീർ ഇരിപ്പുണ്ടായിരുന്നു 200 ഗ്രാം. അത് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടല്ലോ. ഇത് ഗ്രിൽഡ് പനീറാക്കാൻ പോവുക. കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കസൂരി മേത്തിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ മീനിൽ പുരട്ടുന്ന പോലെ പനീറിൽ പുരട്ടി വെച്ചു. ഇത് ഞാൻ മൈക്രോവേവ് പ്ലസ് ഗ്രിൽ മോഡിലോട്ട് വെക്കാനായിട്ട് മൈക്രോവേവ് ചെയ്യാനായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ് മതി കേട്ടോ, പെട്ടെന്നാവും. കാരണം നമുക്ക് ആ പനീറിന് വേഗമൊന്നുമില്ല, മസാല തന്നെ പച്ചക്കുത്ത് മാറിയിട്ട് സെറ്റ് ആവണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് റെഡിയായി. ഇനി തണുത്തിട്ട് നമുക്ക് കഴിക്കാം. ഹെൽത്തി സ്നാക്ക് അല്ലേ? നമ്മുടെ ഇവിടെ ഓണത്തുമ്പി വന്നിരിക്കുന്നുണ്ട്. ഓണമൊക്കെ ആയിന്ന് എന്നെ അറിയിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് വന്നയാന്ന് തോന്നുന്നു. അപ്പോൾ അത് അടുത്തോട്ടൊന്നും ചെന്നിട്ട് പെട്ടെന്ന് പോകുന്നില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പോയി അവിടെയൊക്കെ പറന്നിട്ട് രസം അതല്ല, വീണ്ടും അവിടെ തന്നെ കറങ്ങി തിരിഞ്ഞ് അതേ സ്ഥലത്ത് വന്നിരുന്നു. പിന്നെ ഞാൻ അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല, നമുക്കകത്ത് വേറെ പണിയുണ്ടല്ലോ. ഇന്ന് ശരിക്കും രാക്കെ പറഞ്ഞ് നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന്. പക്ഷേ എനിക്കെന്തോ മുതുകിൻ്റെ കുറച്ച് വേദന കാരണം എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒട്ടും മൈൻഡ് വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് പറ്റുന്നില്ല. കാരണം പിറ്റേ ദിവസം അങ്കുവിന് സ്കൂളിലും പോകണം, വന്നാൽ പിന്നെ ലേറ്റ് ആവും, രാവിലെ എഴുന്നേക്കണ്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞിട്ട് മടി പിടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു സ്വീറ്റ്, ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാട്ടോ ഇത്. നമ്മുടെ പൊട്ടുകടലയാണ്. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ പൊട്ടുകടല അങ്ങനെ കഴിക്കാം, പക്ഷെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കാരണം നമ്മളിത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒന്നെണ്ണ കിട്ടിയാൽ പൊടിക്കാൻ എളുപ്പമാണല്ലോ. ഇതാണ് പൊട്ടുകടല. നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. ചട്നി, ദാൽ ചട്നിക്കൊക്കെ നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ തേങ്ങയുടെ കൂടെ ഒക്കെ ഇടുന്ന നമ്മുടെ പൊട്ടുകടലയാട്ടോ. അത് ഞാൻ ആറിയതിന് ശേഷം ഈ കളറിലൊന്ന് ജസ്റ്റ് മാറി വന്നിട്ട് നന്നായിട്ട് ആറിയിട്ട് നമ്മുടെ ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ ശർക്കരപ്പൊടി, മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് പൊടിക്കുമ്പോൾ പൾസിലിടരുത്, നേരെ നമ്മൾ അല്ലാതെ കറക്കി പൊടിക്കുന്നതായിരിക്കും നല്ല. പൾസിലിട്ടാലേ ഈ നട്ട്സ് പോലത്തെ സംഭവത്തിൽ കുറച്ച് എണ്ണ പോലെ ഇറങ്ങും. അപ്പോൾ അതിലും ബെറ്റർ നമ്മൾ നേരെ ചൊവ്വ അടിച്ചെടുക്കുന്നത്. അപ്പം നന്നായിട്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് നെയ്യ് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബർഫി പോലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നെയ്യ് എടുക്കാം. അപ്പം ഞാൻ നമ്മുടെ കടായിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി ഉരുക്കി എടുത്തിട്ട് തീ ഓഫ് ചെയ്യാണ്. തീ ഓണാക്കിയൊന്നും ഇടുന്നില്ല. അപ്പം ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ബർഫി ടൈപ്പ് ആണെങ്കിൽ നല്ല രീതിയിൽ നെയ്യ് ഒഴിച്ചോളൂ. അപ്പം ഞാൻ ഈ കണ്ട ഇത്രയും നെയ്യ് എടുത്തുള്ളൂ. അതിലേക്ക് നമ്മുടെ പൊട്ടുകടല ശർക്കര കൂട്ടുണ്ടല്ലോ, ആ പൊടിച്ചു വെച്ചേക്കുന്ന ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൈവച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ തീയൊന്നും കത്തിച്ചിട്ടില്ല, നെയ്യ് ഉരുക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ചട്ടി, അതായത് നമ്മുടെ കടായി ഒന്ന് ചൂടാക്കിയത് കേട്ടോ. എന്നിട്ട് ഞാൻ ഉരുട്ടി എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് അധികം നെയ്യും ആവശ്യം വരത്തില്ല. നമുക്ക് ആ സ്വീറ്റ് ക്രേവിങ്സ് അങ്ങ് മാറുകയും ചെയ്യും. ശർക്കരയും പൊട്ടുകടലയും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമല്ലേ. അപ്പം നമ്മുടെ മാലഡു ആയത് കേട്ടോ, പഞ്ചസാര ഇട്ട മാലഡു ആണ് നമ്മുടെ നാട്ടിൽ കൂടുതലും കിട്ടുന്നത്. അപ്പം ഞാൻ ശർക്കരപ്പൊടി ഇട്ട് വിജയിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് 10-12 ലഡുവും കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ നെയ്യൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബർഫി ടൈപ്പ് ആക്കി എടുക്കാം. ഞാനിത് നെയ്യ് ഇത്രയും ഒഴിച്ചിട്ട് ഉരുട്ടി മാലഡു ആക്കി എടുത്തു. ഇന്ന് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കോളൊക്കെ ഉണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെ മന്ദാരം പോലെ നിന്നെങ്കിലും മഴയില്ലായിരുന്നു. നമ്മുടെ ചെമ്പരത്തി നിറച്ചു പോവായിരുന്നേ. നല്ല ഭംഗിയുണ്ട്. നമ്മുടെ നാട്ടിലെ ചുമന്ന ചെമ്പരത്തി ഇല്ലേ, അതാണ്. കറിവേപ്പ് കണ്ടോ, ഇത് വിഷക്കായ. ഈ കറിവേപ്പിൻ്റെ കായ എന്ന് പറയുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഈ കറിവേപ്പിൻ്റെ കായ ബെറിയാന്ന് പറഞ്ഞ് കഴിക്കാനൊന്നും നിൽക്കരുത്. അത് ശരിക്കും ഒരു ടോക്സിൻ ഉണ്ട് അതിനകത്ത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ മുതുകിൻ്റെ വേദന ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉണ്ട് കേട്ടോ. അതങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല. ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഓർത്തോ മെഡിസിൻസ് ഒക്കെ തന്നത് വേറെ പ്രശ്നമാണ്. അപ്പോൾ നാട്ടിലെങ്ങാനും വന്ന് ആയുർവേദം എങ്ങാനും ഒന്ന് കാണിക്കണമെന്നുണ്ട്. നല്ല രീതിയിൽ ഇങ്ങനെ മുതു പൊട്ടുക. ഇന്ന് ഡിന്നർ നമ്മുടെ രാക്കയുടെ സ്പെഷ്യലാണ്. രാക്കയുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അതിനായിട്ട് കുറേ ഉള്ളി, രാക്കെ കുറച്ചൊന്നും ഉണ്ടാക്കത്തില്ല, നല്ല രീതിയിൽ അങ്ങ് ഉണ്ടാക്കും. കുറേ ഉള്ളി അടിച്ചെടുക്കുക.
നമ്മുടെ ഫുഡ് പ്രോസസ്സറിലോട്ട് ഇട്ടിട്ട് ഇതെനിക്ക് തോന്നുന്നു 1 കിലോ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ആ രീതിയിൽ പുള്ളി തന്നെ, ഞാനൊന്നും ചെയ്യാനേ നിൽക്കുന്നില്ല, എന്നോട് പറഞ്ഞ് നീ റെസ്റ്റ് എടുത്തോളാൻ. കാരണം സത്യത്തിൽ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആദ്യം പുറത്തുനിന്ന് വാങ്ങാമെന്ന് വെച്ചു. പിന്നെ രാക്കേ പറഞ്ഞ് എന്തായാലും ചിക്കൻ ഇരിപ്പില്ലേ, ഞാൻ ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ കുറേ തക്കാളിയും കൂടെ ഒക്കെ ഈ രീതിയിൽ എടുത്തു വെച്ചു. ഇത് നമ്മുടെ ഉള്ളി എന്തായാലും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് എത്രയോ ഉള്ളി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ ആ സെക്ഷനിലോട്ടേ പോയില്ല, ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട്, അതായത് ഹെൽപ്പിംഗ് സെക്ഷനിലോട്ട് പോയില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ കറങ്ങി നിന്ന് ഇടയ്ക്കിടയ്ക്ക് വന്നു പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ അതേ ഇത്രയേ ഉള്ളി. ഈ ബിരിയാണി ചെമ്പ് രാക്കയ്ക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിച്ചത് കേട്ടോ. കാരണം ഇത്രയും മിനിയൊന്നുമല്ല പുള്ളി ഉണ്ടാക്കുന്നത്, കുറേ ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയ ചെമ്പ് വേണം. എനിക്കാണെങ്കിൽ കുറച്ച് ഉണ്ടാക്കാനുള്ളൊരു നാക്കാണ്, ഒരുപാട് ഉണ്ടാക്കാനാണ് എനിക്ക് പാട്. രാക്കയെ ഉണ്ടാക്കുവാണെങ്കിൽ കുറേ ഉണ്ടാക്കണം. അപ്പോൾ അടുത്തത് തക്കാളിയും കൂടെ ഈ രീതിയിൽ തന്നെ അങ്ങ് അടിച്ചെടുക്കുകയാണ്. ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫുഡ് പ്രോസസ്സർ ഭയങ്കര ഉപകാരം കേട്ടോ. 1 2 ഒക്കെ നമ്മൾ അരിയാണെങ്കിൽ അത് വലിയ പാടാണ്, അത് കുറച്ച് കിട്ടത്തേ ഉള്ളൂ. പിന്നെ നമ്മളത് കഴുകിയും കൂടെ വെക്കണം, ആ ടൈമും കൂടെ മെനക്കിടും. അതിലും ഭേദം നമ്മുടെ കട്ടിംഗ് ബോർഡ് വെച്ച് പടപടയെന്ന്, എനിക്ക് അതാണ് ഈസി. പക്ഷെ ഒരുപാടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം മല്ലിയിലയുണ്ട് തണ്ടോടുകൂടി, വേര് കെട്ടിയത്, ഇതും നമുക്ക് അതിനകത്ത് തന്നെ ചോപ്പ് ചെയ്തെടുക്കാം, നല്ലതായിട്ട് കിട്ടും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് വാങ്ങിച്ചത്. ജിഞ്ചറും ഗാർലിക്കും എടുക്കുന്നതിനെ കട്ട് ചെയ്താൽ എളുപ്പമെന്ന് പറഞ്ഞാൽ അതാണ് വാങ്ങിച്ച് വെച്ചേക്കുന്നത്. അപ്പം തക്കാളി കണ്ടോ, ആവശ്യത്തിന് തക്കാളി കിട്ടി. അപ്പം രാക്കയുടെ ഒരു രീതിയാണ് എണ്ണയും നെയ്യും ഒക്കെ, എണ്ണയെ ഒഴിക്കത്തില്ല ഇതിനകത്ത് കേട്ടോ, നെയ്യ് എങ്ങാണ്ട് തൂവി പുള്ളിയുടെ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം മല്ലിയില തണ്ട് കട്ട് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ചോപ്പ് ചെയ്ത് നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് കേട്ടോ. കണ്ടോ, നല്ല രീതിയിൽ കിട്ടും. പച്ചമുളകൊക്കെ കുറേ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിലൊരു ചോപ്പറും ഇരിപ്പുണ്ട്. എനിക്കിതൊക്കെ പിന്നെ കഴുകി വെക്കാനുള്ളൊരു മടി കൊണ്ടാണ് ഈ സംഭവങ്ങൾ എടുക്കാത്തത്. കൊച്ചൊരു ചോപ്പറും എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ ഇതുവരെ ഇപ്പോഴും ആലോചിച്ചത് ഇങ്ങനൊരു സംഭവം എൻ്റെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അതൊക്കെ രാക്കിയ നമ്മുടെ ബിരിയാണി കടായിൽ. ഈ കടായിക്കൊരു കഥനകഥയുണ്ട്, വേറൊന്നുമല്ല. നമ്മൾ ഈ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നേരം, ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ആരോ അത് താഴെ ഇട്ടിട്ട് അത് പൊട്ടിപ്പോയി. നല്ലൊരു പാത്രമായിരുന്നേ. അപ്പോൾ അതിൻ്റെ അടപ്പാണിത്. ഈ അടപ്പ് അതിനകത്തോട്ട് കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല ഈ പൊട്ടിയതിന് ശേഷം. നമുക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ, കാരണം നല്ലൊരു പാത്രമായിരുന്നു. അപ്പം നമ്മുടെ ചിക്കൻ കാലാണ് ഇന്ന് ബിരിയാണി വെക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ കയ്യിൽ കാലേ ഉണ്ടായിരുന്നുള്ളൂ, ബോൺലെസ് ഒക്കെ കഴിഞ്ഞ്. നമ്മൾ ബോൺലെസ്സും കാലുമാണ് എപ്പോഴും വാങ്ങുന്നത്, ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കാലും കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ഇത് നല്ല കേട്ടോ. ദുബാർ, ഇതിന് പലതരം, അതായത് ഇന്ത്യ ഗേറ്റിന് തന്നെ പല ബസ്മതി റൈസ് ഉണ്ട്. ദുബാർ ബസ്മതി റൈസാണ് ഇപ്പം നമ്മളിപ്പോൾ തൽക്കാലം വാങ്ങിച്ചേക്കുന്നത്. ചിക്കൻ കാല് ഒരു 10-11 ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ വേവിച്ചെടുക്കും. അപ്പോൾ ഇതിൻ്റെ അടപ്പ് ഞാൻ പറഞ്ഞല്ലോ കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ നമുക്ക് വേറൊരു വലിയൊരു ഉരുളിയുണ്ട് പായസമൊക്കെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ കറക്റ്റായിട്ട് ഇതിന് ചേരുന്നുണ്ട്, അത് ഇട്ട് കൊടുക്കാം. കാരണം ദമ്മിട്ടാണിത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസും എല്ലാം സെറ്റ് ചെയ്ത് ദമ്മിടാൻ വേണ്ടി ചപ്പാത്തി കുഴയ്ക്കുകയാണ്. അങ്ങനെ ദമ്മ് ഇട്ടു. ഇനി അത് ദം ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കഴിക്കാം. അപ്പോൾ എനിക്കിന്ന് കംപ്ലീറ്റ് റെസ്റ്റാണ്. ഇന്ന് മാത്രമല്ല കേട്ടോ, ഇത് 2 ദിവസത്തേക്കുള്ള ബിരിയാണി, ഓൾമോസ്റ്റ് 2 അല്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു 3 ദിവസം സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന അത്രയും ബിരിയാണി ഉണ്ട്. അത് തുറക്കുമ്പോൾ തന്നെ കാണാമല്ലോ. 1 കിലോ റൈസും പുള്ളിക്കാരൻ വെച്ചു, 1 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ സെറ്റായി വന്നിട്ടുണ്ട്. അത് മെല്ലെ നമുക്കൊന്ന് ഇളക്കാം. കണ്ടോ, ഇനി അതിൻ്റെ മസാല അടിയിലല്ലേ, അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് എടുത്തിട്ട് ബാക്കി അതൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് തൽക്കാലമുള്ള ആവശ്യത്തിന് ബിരിയാണി മാറ്റി വെച്ചു, രാത്രിയിലത്തേക്ക് കഴിക്കാൻ വേണ്ടി മാത്രം. സാധാരണയിൽ നേരത്തെ രാക്കേ ഇന്ന് ഉണ്ടാക്കി തന്നു കേട്ടോ. ഒരു 8:45-9 മണിയായതോടുകൂടി നമ്മുടെ ഡിന്നർ റെഡിയായി. രാക്കേ നോർമലി കുറച്ച് ലേറ്റാണ് എല്ലാം ഉണ്ടാക്കാൻ, പതിയെ ചെയ്യത്തുള്ളൂ. സാലഡും നമ്മുടെ നാട്ടിലെ സ്റ്റൈലിൽ റെഡിയാക്കി. പിന്നെ പപ്പടം ഞാൻ പറഞ്ഞു ഞാൻ കാച്ചിത്തരാം. നമ്മുടെ ലിച്ചഡ് പപ്പടം, മറ്റേത് ഇവിടെ കിട്ടത്തില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത് പണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇതിലൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ, ആ സംഭവം ഇവിടെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ മലയാളി കടയിൽ നമ്മൾ ഡൽഹിയിലോ കുടുകാലോ പോലെ നമുക്ക് നമ്മുടെ പപ്പടം കിട്ടത്തുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പപ്പടം കേട്ടോ. പക്ഷേ ഇത് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ പപ്പടവടയുടെ ഒരു ടേസ്റ്റ്. ഇവർ എന്തൊക്കെയോ മസാലയൊക്കെ ഇടുമെന്ന് തോന്നുന്നു, കുരുമുളക് വരെ ഇതിനകത്ത് ഇടും. അപ്പോൾ എന്തായാലും ഞാനത് കാച്ചി വെച്ചു. ബിരിയാണിയുടെ കൂടെ പപ്പടം ഇല്ലാതെ എന്ത് ബിരിയാണി. കംപ്ലീറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, പപ്പടവും സാലഡ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഞാൻ കാണിച്ചല്ലോ, ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ട് അങ്ങനെ പപ്പടവും സെറ്റായി. മുട്ട വരെ പുഴുങ്ങി വെച്ചു. അങ്ങനെ ഇന്ന് അടിപൊളി ഡിന്നറായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്, 6 മണിയാവാൻ പോകുന്നു. അങ്കുവിന് സ്കൂളിൽ പോകണം. അപ്പോൾ ഇന്ന് ഞാൻ റെസ്റ്റ് ഡേ. രാവിലെ ജസ്റ്റ് പാലൊന്ന് വന്ന് കാച്ചി വെച്ചതിന് ശേഷം നമ്മുടെ ബിരിയാണി എടുത്ത് അങ്ങനെ മൈക്രോവേവിൽ കുറച്ച് ചൂടാക്കി തൈരുമായിട്ട് ഇന്ന് അങ്കുവിൻ്റെ ടിഫിനിൽ ഇതങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്കും ഞങ്ങൾക്ക് ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇന്ന് മഴയും കാര്യങ്ങളും ഒന്നുമില്ല, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. തുണി കുറച്ച് കഴുകാനിടണം എന്ന് വിചാരിക്കുന്നു. എനിക്ക് വിശന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ദോശമാവ് എന്തായാലും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 3-4 ദോശയും ചുട്ട്
മുളകും ഞാൻ ഒരു ഉള്ളി മുളകിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ മെത്ത ദോശയും ആ മുളകും കഴിക്കാൻ എനിക്ക് എന്തോ രാവിലെ ഒരു ഗ്രേവിങ് വന്നിട്ട് നമ്മുടെ മെത്ത ദോശ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഉള്ളി അരിഞ്ഞിട്ട് കുറച്ച് മുളകും വെളിച്ചെണ്ണയും ഉപ്പും ഒരു കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചാലിച്ചിട്ട് സെറ്റപ്പാക്കി വെച്ചിട്ട് ദോശയും മെത്ത ദോശയും മുളക് കറിയും പിന്നെ ചായ. ഇതാണ് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്കെന്തോ നല്ല വിശപ്പ് പോലെ തോന്നി. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി സ്വന്തമായിട്ട് സെൽഫ് ലവ് ടൈം എന്ന് പറയത്തില്ലേ, അതുപോലെ ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി അത് എടുത്തു വെച്ചിട്ടുണ്ട്. ചായയും തിളയ്ക്കുന്നുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.